ബി ബാലഗോപാൽ ഉണ്ട് ബി.ജെ.പി ആസ്ഥാനത്ത് നിന്ന്. ബാലു, ഇപ്പോഴത്തെ ഔദ്യോഗിക കണക്കനുസരിച്ച് ബി.ജെ.പി കേവല ഭൂരിപക്ഷത്തെക്കാൾ 3 സീറ്റുകൾ അധികം ലീഡ് ചെയ്യുകയാണ്. 38 സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്. അനൌദ്യോഗിക കണക്കനുസരിച്ച് അത് 45 വരെ പോകുന്നുണ്ട്. ബി.ജെ.പി വിജയം എന്തായാലും മണത്ത് കഴിഞ്ഞു. പക്ഷേ ഒരു സമ്പൂർണ്ണ വിജയം അവർ ആഗ്രഹിച്ചതുപോലെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവില്ല എന്നൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്തിയോ? അഭിലാഷേ, അങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡിലേക്ക് എത്തിയോ എന്ന് ചോദിച്ച് എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് ബി.ജെ.പി എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ബി.ജെ.പി ഉറപ്പിച്ചിട്ടുണ്ട്. ബി.ജെ.പിയുടെ തന്നെ ആഭ്യന്തരമായിട്ട്, അതായത് കഴിഞ്ഞ കുറേ നിമിഷങ്ങളായി ഇവിടെ എത്തുന്ന നേതാക്കളിൽ നിന്നൊക്കെ പറയുന്നത് ഏതാണ്ട് 45-നും 50-നും ഇടയിൽ സീറ്റ് ലഭിച്ചുകൊണ്ട് ബി.ജെ.പി ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് എത്തുമെന്നാണ് അവരുടെ പ്രതീക്ഷ. നേരത്തെ 50-55ഒക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ 45-50 സീറ്റുകളുടെയൊക്കെ ലഭിച്ചുകൊണ്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റിയിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ബി.ജെ.പി നേതാക്കൾ വ്യക്തമാക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം, വലിയ തിരക്കാണ് ബി.ജെ.പി ഓഫീസിൽ. ബി.ജെ.പിയുടെ പല ഈ സംസ്ഥാന നേതാക്കളൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആ നേതാക്കൾ ആരും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഭരണം ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തുന്നുണ്ട്. അല്പസമയം മുമ്പ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് അടുത്ത മുഖ്യമന്ത്രി, ഡൽഹിയിലെ അടുത്ത മുഖ്യമന്ത്രിയെ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം തെരഞ്ഞെടുക്കുമെന്നാണ്. ആ ശുഭവാർത്ത വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ബി.ജെ.പി ഭരണം ഉറപ്പിച്ചു എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ സാധാരണഗതിയിൽ ഇത്രയൊക്കെ ഉള്ള ഒരു ഭൂരിപക്ഷത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘോഷ പരിപാടികൾക്കൊന്നും ബി.ജെ.പി ആസ്ഥാനത്ത്, സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനത്ത് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഒരു പക്ഷേ അടുത്ത ഒരു 10-15 മിനിറ്റുകൾക്കൊക്കെ ശേഷം ഈ ആഘോഷ പരിപാടികൾ ബി.ജെ.പിയുടെ ഈ ഓഫീസിൽ തുടങ്ങിയേക്കാൻ. നിലവിൽ ഈ അങ്ങനെ ആഘോഷങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. പക്ഷേ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഏതാണ്ട് ഭരണം ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി അറിയേണ്ടത് കേവല ഭൂരിപക്ഷത്തിനേക്കാൾ കഴിഞ്ഞ് എത്ര അധികം സീറ്റുകൾ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റിക്ക് എത്ര അധികം സീറ്റുകൾ ലഭിക്കുമെന്ന് മാത്രമാണ്. ശരി, 40-30 എന്ന നിലയ്ക്ക് കോൺഗ്രസിന്റെ പട്ടികയിൽ 0 എഴുതി ചേർത്തുകൊണ്ടാണ് നിലവിൽ ഡൽഹിയിലെ ഫലസൂചനകൾ പുറത്തു വരുന്നത്. 40 സീറ്റുകളിൽ ബി.ജെ.പി, 30 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി, 69 സീറ്റുകളിലെ ഔദ്യോഗിക ഫലസൂചനകളാണ് പുറത്തു വരുന്നത്. 42 ഇടങ്ങളിൽ ബി.ജെ.പി, 27 ഇടങ്ങളിൽ ആം ആദ്മി പാർട്ടി എന്നുള്ളതാണ് ഔദ്യോഗിക ഫലസൂചന ആയി പുറത്തു വരുന്നത്. അവിടെ അരവിന്ദ് കെജ്രിവാൾ 334 വോട്ടുകളിലേക്ക് ഒരു വ്യത്യാസം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, വോട്ട് വ്യത്യാസം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. രാജ്യതലസ്ഥാനത്തെ പ്രസ്റ്റീജിയസ് ആയ മത്സരത്തിൽ ബി.ജെ.പി അധികാരത്തിലേക്ക് എത്തുന്നു. ആത്മവിശ്വാസം പ്രകടമാണ് ബി.ജെ.പി ഓഫീസിൽ. ആ പ്രതികരണമാണ് നേരത്തെ ബാലഗോപാൽ പറഞ്ഞത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആര് എന്ന തീരുമാനം ഉടനുണ്ടാകും. ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ, ബി.ജെ.പി അധ്യക്ഷൻ പറയുന്നു. ആ നിലയിൽ അധികാരത്തിലേക്ക് എത്തി എന്ന ആത്മവിശ്വാസം തന്നെയാണ് ബി.ജെ.പി ആസ്ഥാനമുള്ളത്. 5% വോട്ടിന്റെ എഡ്ജ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ കംഫർട്ടബിൾ ആയി തന്നെ ഒരു 45 അല്ലെങ്കിൽ ഒരു 40-നും 45-നും ഇടയ്ക്കുള്ള സീറ്റോട് കൂടി ബി.ജെ.പി പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിൽ അവരുടെ പ്രവചനം ശരിയായിരുന്നു എന്ന തരത്തിലേക്ക് ശേഷം എക്സിറ്റ് പോളുകൾ ശരിയാവുകയാണ്.